ഫുട്ബോളിന്റെ ആവേശം ലോകമെമ്പാടും കത്തിപ്പടരുകയാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ജേക്ക് സി തോമസ് നമ്മളോടൊപ്പം ചേരുകയാണ്. അർജന്റീനയാണ് പ്രിയപ്പെട്ട ടീം. ഇത്തവണ വീണ്ടും കപ്പ് ഉയർത്തുമെന്നുള്ള ആഗ്രഹമുണ്ടോ? സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഫുട്ബോളിൽ അസാധാരണമായ അറിവും അത്തരം അല്ലെങ്കിൽ അത്ഭുതകരമാമത ശ്രദ്ധ ചെലുത്താനൊന്നും പറ്റാറില്ല. പക്ഷേ ഫുട്ബോൾ ലോകകപ്പ് വരുന്ന സമയത്ത് എല്ലാവരും ഫുട്ബോൾ ആരാധകരായി, എല്ലാവരും ഫുട്ബോൾ കളിക്കാരായി മാറുന്ന ഒരു അന്തരീക്ഷമാണ് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ കേരളത്തിലുള്ളത്. അപ്പം പിന്നെ ചെറിയ കാലം മുതൽ തന്നെ സൂചിപ്പിച്ചതുപോലെ അർജന്റീന പല വിധത്തിൽ നമുക്ക് താല്പര്യം ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ടീമാണ്. അതിപ്പോൾ ഞങ്ങൾ സ്കൂൾ സമയത്ത് തന്നെ നമുക്ക് സച്ചിൻ തെണ്ടുൽക്കറിനെ, സൗരവ് ഗാംഗുലിയൊക്കെ പരിചയമുള്ളതുപോലെ തന്നെ നിത്യേന കേട്ടുകൊണ്ടിരുന്ന പേരുകളായിരുന്നു ഗബ്രിയേൽ ബാറ്റിസ്റ്റുട്ടയുടേത്. ഞങ്ങളുടെയൊക്കെ തലമുറ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ച കളിക്കാരൻ ബാറ്റിസ്റ്റുട്ടയായിരുന്നു. പിന്നീട് ആ സ്നേഹവും ആ പ്രണയവും എല്ലായ്പ്പോഴും ശക്തമായി തുടർന്നു. പിന്നീട് രാഷ്ട്രീയ ഭാഗമായി കുറെ അറിവുകൾ കൂടെ സംശീകരിക്കാൻ കഴിഞ്ഞ സമയത്ത് ഫുട്ബോളിനോടുള്ള പ്രണയം കൂടി അർജന്റീനയോടുള്ള പ്രണയം 10 മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിയുക. ഇത്തവണ പറയുന്നത് 2 ലെജൻസ് ആണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും എന്ന് പറയുന്നത്. മെസ്സിയുടെ ആഗ്രഹം സാക്ഷാത്കരിച്ചു, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആഗ്രഹം കൂടി സാക്ഷാത്കരിക്കട്ടെ എന്ന് പറയുന്നവരും ധാരാളം ഉണ്ട്. തീർച്ചയായിട്ടും ഫുട്ബോൾ എല്ലാ കാലയളവിലും ഇപ്പോൾ CR7 എന്നുള്ള ചുരുക്കപ്പേരിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയപ്പെടുന്നത്. ഫുട്ബോൾ എല്ലാ കാലയളവിലും ഇത്തരത്തിൽ പർവ്വത സമാനമായ ഇതിഹാസങ്ങളുടെ കൂടെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഇപ്പോൾ CR7നോടുള്ള സ്നേഹം കാണണമെങ്കിൽ നമ്മൾ കേരളത്തിന്റെ ഓരോ തെരുവുകളിലും സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ടീമിന് ഇവിടെ എന്തെങ്കിലും പ്രത്യേക സ്വാധീനം ഉണ്ടോ എന്ന് തോന്നി. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും, അർജന്റീനയുടെയും ഒക്കെ കേരളത്തിന്റെ ഓരോ തെരുവുകളും ഓരോ മുക്കിലും മൂലയിലും ചെല്ലുമ്പോൾ ബ്രസീലിന്റെ, അർജന്റീനയുടെ, പോർച്ചുഗലിന്റെ, ഉറുഗ്വേയുടെ അതിൽ വലിപ്പച്ചെറുപ്പമില്ല എന്നുള്ളതാണ് ഫുട്ബോൾ നൽകുന്ന ഏറ്റവും, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇങ്ങനെ ഒരു കായിക വിനോദം എങ്ങനെയാണ് ഒരു പന്തിന്റെ ചുരുക്കത്തിലേക്ക് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഫുട്ബോളിന് വലിയ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എല്ലാ കാലയളവിലും. എനിക്ക് തോന്നുന്നു അന്റോണിയോ ഗ്രാംഷി ഒരു വേള പറഞ്ഞത് മനുഷ്യ സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത സാമ്രാജ്യം, അങ്ങനെയാണ് ഫുട്ബോളിനെ നിർവചിക്കുന്നത്. ഇന്നും ഇന്നലെയുമായി പ്രസിദ്ധീകരിക്കപ്പെട്ട പല മാധ്യമങ്ങളുടെയും ഫുട്ബോൾ സംബന്ധമായിട്ടുള്ള സ്പോർട്സ് കാര്യലേഖകന്മാരൊക്കെ എഴുതുന്ന പല ലേഖനങ്ങളുണ്ട്. അതിൽ തന്നെ രസകരമായ ഒരു, എനിക്ക് തോന്നുന്നു രവീന്ദ്രദാസിൻ്റെ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൊരു പരാമർശം 1915 നമ്മുടെ ഈ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ഫുട്ബോൾ ജനകീയമായി വരികയാണ്. അപ്പോൾ അവിടുത്തെ ക്ലബ്ബുകളിൽ വളരെ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട സമ്പന്നന്മാർ വന്ന് പരാതിപ്പെട്ടത് ഇത് വളരെ മോശം ഏർപ്പാടാണ്, കാരണം ഞങ്ങൾക്ക് ഈ തൊഴിലാളികളും ഡ്രൈവർമാരും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരേ തരത്തിലിരുന്നുകൊണ്ട് കളിയിൽ ഏർപ്പെടേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. കാരണം ഫുട്ബോൾ ആ അർത്ഥത്തിൽ വലിപ്പച്ചെറുപ്പങ്ങളെ ഇല്ലാതാക്കുന്നു, കറുത്തവർ വെളുത്തവർ എന്നുള്ള ദ്വന്ദ്വത്തെ തകർത്ത് കളയുന്നു, സമ്പന്നർ കീഴാളർ എന്നുള്ള വ്യത്യാസത്തെ ഇല്ലാതാക്കുന്നു, ചെറു രാജ്യങ്ങൾ വലിയ രാജ്യങ്ങൾ, അധിനിവേശ ശക്തികൾ ഇത്തരം എല്ലാത്തരം ദ്വന്ദ്ങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഫുട്ബോളിന്റെ ഒരു മാന്ത്രികമായ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കാനഡയിലും മെക്സിക്കോയിലും അമേരിക്കയിലുമായി നടക്കുന്ന വേൾഡ് കപ്പാണ്. അതിൽ തന്നെ പ്രധാനമായി ഇപ്പോൾ തന്നെ പല ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ചില കർശനമായ അമേരിക്കയുടെ എമിഗ്രേഷൻ നിയമങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്ന ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് കൂടിയാണ്. തീർച്ചയായിട്ടും ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ കൗതുകമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസക്തമായിട്ടുള്ള പല നീക്കങ്ങളും പല കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എനിക്ക് തോന്നുന്നു 1982 കാലയളവിൽ വിശ്വപ്രസിദ്ധി ആർജിച്ച ദൈവത്തിന്റെ കരം ഇല്ലേ, ഡീഗോ മറഡോണയുടെ ഗോള്, ഡീഗോ മറഡോണയും സംഘവും അർജന്റീനയുടെ ഒരു പ്രതീകമായി മറുവശത്തുള്ള ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുമ്പോൾ ആ സമയത്ത് ഇരു രാജ്യങ്ങളും ഫാക്ലൻഡ്സ് എന്ന് പറയുന്ന ഒരു ദ്വീപിന് വേണ്ടിയുള്ള വലിയ യുദ്ധത്തിലായിരുന്നു. അപ്പോൾ അർജന്റീന ചെറിയ രാജ്യമാണ്, ഈ പറയുന്ന പലപ്പോഴും സാമ്പത്തിക പരാധീനതകൾക്ക് കുപ്രസിദ്ധി ആർജിച്ച രാജ്യം കൂടെയാണ്. പക്ഷേ ആ ചെറു രാജ്യം എന്ത് ചെയ്യുകയാണ്, യുദ്ധം നടക്കുന്ന സമയത്ത് നടക്കപ്പെടുന്ന ഈ ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന് അത്ഭുതകരമായ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷേ അർജന്റീനയും സംഘവും കരുത്തോടെ വിജയിച്ചു, ഇംഗ്ലണ്ട് പരാജയപ്പെടുന്നു, ലോകം പക്ഷേ അത് ആഘോഷിക്കുകയാണ് ചെയ്തത്. ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇറാന്റെ ഫുട്ബോൾ ടീമിന്, ഇറാൻ ഈ പറയുന്നത് പോലെ പല കാലങ്ങളിൽ സിനിമകൾക്ക് വിശ്വപ്രസിദ്ധി ആർജിച്ച പല ചലച്ചിത്ര മഹാഗാഥകൾക്കൊക്കെ കേൾവികേട്ട സ്ഥലമാണ്. മജീദി നമ്മുടെ ഇറാനിയൻ സംവിധായകനാണ്. അപ്പം അങ്ങനെ ഒരു രാജ്യം ഇപ്പോൾ ഏകപക്ഷീയമായ കടന്നാക്രമണത്തെ നേരിടുകയാണ്. അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണത്തെ നേരിടുകയാണ്. പക്ഷെ അവിടെ ഫുട്ബോൾ ടീം പ്രസിദ്ധി ആർജിച്ച ഫുട്ബോൾ ടീം തന്നെയാണ്, മികച്ച കായിക താരങ്ങളുള്ള ഫുട്ബോൾ ടീം തന്നെയാണ്. അവർ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് ഈ പറയുന്നത് പോലെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിസ നിഷേധിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവർ ബസ്സിൽ വന്ന് മെക്സിക്കോയിലോ മറ്റോ ഇറങ്ങുന്ന രംഗം, ദൃശ്യം ഇതിനോടകം ലോകമെങ്ങുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾക്ക് ആവേശം പകർന്ന ഒരു ദൃശ്യവും രംഗവുമാണ്. അപ്പം അത്തരം രാഷ്ട്രീയ കാഴ്ചകളുടെ കരുത്ത് ഈ ഫുട്ബോളിനെയും പ്രസക്തമാക്കും, ചരിത്രത്തിൽ ഇടം നേടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതാണെങ്കിലും വീണ്ടും അർജന്റീന കപ്പ് ഉയർത്തണമെന്ന ആഗ്രഹമാണ് ജേക്ക് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഫുട്ബോളിന്റെ രാഷ്ട്രീയവും ലോകത്തോട് ഫുട്ബോൾ സംസാരിക്കുന്ന വിഷയങ്ങളും അദ്ദേഹം പറയുകയായിരുന്നു. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.